വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സമ്മർ സീസൺ ഡേ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ചൂടാണ്. ഈ ഒരു ടൈം നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തരുന്ന ഒരു ടൈമാണ് ഇത് സമ്മർ സീസൺ. പ്രത്യേകിച്ച് നമ്മൾ വുമൻസിനാണ് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഡ്രസ്സിങ് രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് ലെയർ ആയിട്ട് നമ്മൾ ഡ്രസ്സിങ് ഇടുന്ന ഒരു ടൈമാണ്. നമ്മുടെ സ്കിന്നിനൊക്കെ ആയാലും കൂടുതലൊന്ന് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു ടൈമാണ്. സോ നമ്മുടെ സ്കിന്നിനെ പോലെ തന്നെയാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്ട് നമ്മൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ് കേട്ടോ സമ്മർ സീസൺ. കാരണം കൂടുതലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമാണ്. നമുക്ക് ഇറിറ്റേഷൻസ് കൂടാനും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ റാഷസ് വരിക, ഇച്ചിങ്, ഇതിനൊക്കെ ചാൻസ് കൂടുതലുള്ള ടൈമാണ്. സോ നമ്മൾ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തേ പറ്റുള്ളൂ, അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ഈ ഒരു ടൈം നമ്മൾ കൂടുതലായിട്ട് ടേക്ക് കെയർ കൊടുക്കേണ്ട ഒരു ടൈം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ടീനേജേഴ്സ് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മാത്രമല്ല നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു ടൈം ബാഡ് ഔട്ടർ കൂടാൻ വേണ്ടിയിട്ട് റാഷസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. സോ നമുക്ക് ചെറുതായിട്ടുള്ള റാഷസോ ഇച്ചിങ് ഒക്കെ വന്നാൽ തന്നെ നമ്മുടെ അവിടുത്തെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡാർക്കനാവാനും മുറിവായി പോകാനൊക്കെ ചാൻസ് ഉള്ള ഏരിയ ആണ് കേട്ടോ. സോ നിങ്ങൾ ഈ ഒരു പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മുടെ വജൈന വന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും സോപ്പ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ വി വാഷ് പോലുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് യൂസ് ചെയ്യണോ എന്നൊക്കെ. പക്ഷെ അതിന്റെ ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് നോർമൽ സോപ്പ് പോലും നമ്മൾ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ വജൈന എന്നുള്ളൊരു സെൽഫ് ക്ലീനിങ് പാർട്ടാണ് കേട്ടോ. അത് തനിയെ അവിടെ നമുക്ക് ഗുഡായിട്ടുള്ള കുറച്ച് ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അത് തനിയെ ക്ലീൻ ചെയ്തോളും. എന്നാൽ പോലും നമ്മൾ പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക. 2 നേരം എങ്കിലും മിനിമം നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യണം. അത് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ സ്വെറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതോടുകൂടെ തന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതിനും കൂടി ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വെള്ളം കൂടി കുറവാണെന്ന് തന്നെയാണ് അർത്ഥം. സോ നിങ്ങൾ അതിനേക്കാളും കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ് വന്നിട്ട്. നിങ്ങൾ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്യുക. നിങ്ങൾ കൂടുതലായിട്ട് സോപ്പ് കാര്യങ്ങൾ പോലുള്ള ഒന്നും നമ്മുടെ വജൈനയിൽ യൂസ് ആക്കാൻ പാടില്ല. നമ്മുടെ pH ബാലൻസ് ഒക്കെ ഇറഗുലർ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. ഇനി സെക്കൻഡ് ടിപ്പ് വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാൻറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതൽ കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള പ്യൂർ കോട്ടൺ ആയിട്ടുള്ള യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇന്നേഴ്സ് ഒക്കെ കോട്ടൺ ബ്ലെൻഡ് അല്ലെങ്കിൽ കോട്ടൺ ആയിട്ടുള്ള പ്യൂർ കോട്ടൺ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആവാനും നമുക്ക് റാഷസ് വരാനൊക്കെ ചാൻസ് കൂടുതൽ തന്നെയാണ്. ഓരോ ക്ലോത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അധികം ടൈറ്റും അധികം ലൂസി ആയിട്ടുള്ളതും അല്ല, നിങ്ങൾക്കൊരു കംഫർട്ട് ആയിട്ടുള്ള രീതിക്കുള്ള സൈസും കാര്യങ്ങളും നിങ്ങൾ യൂസ് ആക്കുക. പലരും ചിലപ്പോൾ സൈസ് തെറ്റി വാങ്ങിയതായാലും നമ്മൾ ടൈറ്റിലൊക്കെ ഇടുന്നുണ്ടായിരിക്കും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും സമ്മർ സീസണിൽ. നമുക്ക് നമ്മുടെ കാലിലൊക്കെ തൊലി പോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ തൊട ഭാഗത്തെല്ലാം തൊലി പോകാൻ വേണ്ടിയിട്ടൊക്കെ ഈ ടൈം സ്വെറ്റ് നിന്ന് ഈ ടൈറ്റ് ഡ്രസ്സും കൂടെ ആകുമ്പോൾ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ കംഫർട്ട് ആയിട്ടുള്ള രീതിക്കുള്ള പാൻറ്റീസും കാര്യങ്ങളും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട തേർഡ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നമുക്ക് എന്തായാലും നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കും. അത് ഓരോരുത്തർക്ക് ഡിപ്പെൻഡ് ആയിട്ടുണ്ടായിരിക്കും എത്രത്തോളം ഗ്രോത്ത് ഉണ്ട് കാര്യങ്ങളൊക്കെ. അതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഹെയർ ഗ്രോത്ത് നല്ലോണം ഉള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഹെയർ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ ഹെയർ കൊണ്ട് നടക്കരുത്. കാരണം പെട്ടെന്ന് നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന കാരണം അവിടെ നനവ് ഈർപ്പം നിന്ന് നമുക്ക് ഭയങ്കര ബാഡ് ഔട്ടർ വരാനും ഇൻഫെക്ഷൻ വരാനും ഭയങ്കര ചാൻസ് ആണ്. സോ നിങ്ങൾ എന്തായാലും നിങ്ങൾ ട്രിം ചെയ്യുക. അപ്പൊ നിങ്ങൾ ട്രിം ചെയ്യുക, വാക്സ് ചെയ്യുക, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും ബെറ്റർ നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ സേഫ് ആയിട്ട് ട്രിം ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഇത് ടീനേജേഴ്സ് ആരും കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ട്രിം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എങ്ങനെ എന്തെന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് നമുക്ക് യൂട്യൂബിലൊക്കെ ആയാലും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചോദിച്ചിട്ട് സേഫ് ആയിട്ട് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിലും സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം കേട്ടോ. കാരണം ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു സമ്മർ സീസണിൽ 1 or 2 തവണ നിങ്ങൾ ഹെയർ ഗ്രോത്തിനനുസരിച്ച് എന്തായാലും ട്രിം ചെയ്തിട്ട് നിങ്ങൾ കെയർ ചെയ്ത് കൊണ്ടുപോവാം. പിന്നെ വന്നിട്ടുള്ളൊരു ടിപ്പാണ് നമുക്ക് കൂടുതലായിട്ട് ഈ വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്നവരാണ്, ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കൂടെ നിങ്ങൾ ഒരു പാൻറ്റി ലൈനർ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പാൻറ്റി ലൈനർ യൂസ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ഇന്നറിലതായിട്ട് ആ ഒരു നനവ് കൊണ്ട് നടന്ന് നമുക്ക് ബാക്ടീരിയ ഗ്രോത്ത് വരാനും നമുക്ക് ഇൻഫെക്ഷൻ വരാനും ചാൻസ് ഉണ്ട്. സോ കൂടുതലായിട്ട് നിങ്ങൾ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിന്റെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു പാൻറ്റി ലൈനർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത്
കൂടുതലായിട്ട് നമുക്കൊരു ഹൈജീൻ മെയിൻറ്റെയിൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ ഒന്നിൽ കൂടുതൽ എന്തായാലും നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ പോകും. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യാനുണ്ടായിരിക്കും. സോ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യാനാവുമ്പോൾ നമുക്ക് അതും നമ്മളെ പാൻറ്റി നനയാൻ വേണ്ടിയിട്ട് ചാൻസ് വരും. ഈ ഒരു ഹെയർ ട്രിം ആക്കിയിട്ടില്ലെങ്കിലും നമുക്കത് ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുമ്പോൾ. സോ ഞാൻ പറഞ്ഞ പോലെ ട്രിം ചെയ്യുന്നതും അതിൽ പെടും. അതല്ലാണ്ട് തന്നെ നമ്മൾ പാൻറ്റി ലൈനർ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള പാൻറ്റീസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ വാഷ് ചെയ്യുന്ന കാരണം നമ്മളെ പാൻറ്റി നനഞ്ഞിട്ട് നമ്മൾ ആ നനഞ്ഞ പാൻറ്റി യൂസ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതും ബാക്ടീരിയൽ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ, നമ്മൾ ഓഫീസിൽ പോകുന്നവരാണ്, വീട്ടിലെല്ലാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, സ്കൂൾ കോളേജ് അങ്ങനെ പുറത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടിഷ്യൂ പാക്കറ്റോ അല്ലെങ്കിൽ നിങ്ങളൊരു ടവലെങ്കിലും നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ടവൽ എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഫേസിൽ യൂസ് ആക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ പ്രൈവറ്റ് പാർട്ടിനായിട്ടുള്ളൊരു ടവൽ കീപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പാക്കറ്റ് നിങ്ങൾ എന്തായാലും കീപ്പ് ചെയ്യുക. കാരണം നമ്മൾ ഓരോ തവണ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴും നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ പാറ്റ് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈവറ്റ് പാർട്ട്. കാരണം നമ്മൾ വാഷ് ചെയ്താൽ നനവോടുകൂടെ പാൻറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ പറഞ്ഞ മാതിരി നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്വെറ്റും നമ്മുടെ ആ ഒരു നനവും എല്ലാം കൂടെ നമുക്ക് എന്തായാലും നമുക്ക് ഇൻഫെക്ഷൻ വരും എന്നുള്ളത് കാര്യം ഉറപ്പാണ് കേട്ടോ. സോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാൻറ്റി ലൈനർ അല്ലെങ്കിൽ ഒരു ക്ലോത്ത്, ഒരു നോർമൽ ഒരു കോട്ടൺ ക്ലോത്ത് എങ്കിലും അതിനായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി അത് വാഷ് ചെയ്തും കൂടെ കൊണ്ട് നടക്കുക കേട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ പീരിയഡ് ടൈം. ഈ ഒരു ടൈമിൽ നമ്മൾ പീരിയഡ് ആവുക എന്നുള്ള ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു ടൈമാണ് കേട്ടോ സമ്മർ ടൈം. നമ്മൾ പീരിയഡ് ടൈം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റത്തില്ല. സോ ഈ ഒരു ടൈം നമുക്ക് നല്ല ഹെവി ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ പാഡ് ഒരു 5 to 6 hour ആകുമ്പോഴേക്ക് നിങ്ങൾ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടൈം നിങ്ങൾക്ക് പാഡിനെക്കാളും എന്തുകൊണ്ടും ടാമ്പോൺസ് അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പൊക്കെ ആയിരിക്കും കൂടുതൽ നന്നാവുക. അതായിരിക്കും കൂടുതൽ നമുക്കൊരു കംഫർട്ട് ആയിരിക്കുക. എനിക്ക് എപ്പോഴും മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ കൂടുതൽ ഇപ്പോൾ കംഫർട്ട് ആയിട്ടുള്ളത്. നമുക്ക് പുറത്തൊന്നും ഒരു നനവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാണ്ട് നമ്മൾ പീരീഡ് ആണെന്ന് പോലും നമുക്ക് തോന്നില്ല. പാഡ് ഞാൻ ഭയങ്കര എനിക്ക് അൺകംഫർട്ടബിൾ ആണ് കേട്ടോ. സോ ഇനി നിങ്ങൾ പാഡ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 4 to 6 hour ആകുമ്പോഴേക്ക് അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 6 to 8 hours മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ നേരം വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് റാഷസും കാര്യങ്ങളും വരും. ഈ ടൈം റാഷസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൻസിറ്റീവ് ഏരിയ പെട്ടെന്ന് തന്നെ ഡാർക്കനായി നമുക്ക് അവിടെ സ്കിന്നൊക്കെ പൊളിഞ്ഞു പോരാനൊക്കെ ഭയങ്കര ചാൻസ് ഉണ്ട് കേട്ടോ. സോ നിങ്ങൾ അതോടെ ശ്രദ്ധിക്കാം. പിന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ ഫുൾ ടൈം യൂസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഈ ഒരു ടൈമിലെങ്കിലും നമ്മൾ നൈറ്റ് ടൈം ഇന്നേഴ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അതിന് ഓക്കെ ആണ്, കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേഴ്സ് മാക്സിമം നൈറ്റ് യൂസ് ആക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നല്ല ലൂസായിട്ട് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ്, കോട്ടൺ മെറ്റീരിയൽ അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതും നമുക്ക് നല്ലൊരു എന്താ പറയാ, നമ്മുടെ ഒരു പ്രൈവറ്റ് പാർട്ടിനൊക്കെ ഒരു എയർ സർക്കുലേഷൻ കൊള്ളാൻ വേണ്ടിയിട്ടും നല്ല ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണത്. നിങ്ങൾ പറയുമ്പോൾ ചിലർക്ക് അതൊരു ഭയങ്കര ഇതെന്താണ് അങ്ങനെയെന്ന് തോന്നുമായിരിക്കും. പക്ഷെ അത് നമ്മൾ പല ഡോക്ടേഴ്സും പറയുന്നതാണ്. ഈവൻ ഞാൻ വരെ കൺസൾട്ട് ചെയ്യാൻ പോയ ടൈമിൽ എന്നോട് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ പാൻറ്റീസും കാര്യങ്ങളും നമ്മൾ വീട്ടിലുള്ളപ്പോഴാണ് നമുക്ക് ഓക്കെ ആണെന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നൈറ്റ് എങ്കിലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾ ഒരുപാട് തരം നമ്മൾ ബാഡ് ഓർഡർ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടും അങ്ങനെ ഉള്ളവരൊക്കെ വൈപ്സ്, സ്പ്രേസ് ഒക്കെ നമ്മൾ പ്രൈവറ്റ് പാർട്ടിൽ യൂസ് ആക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ പ്രൈവറ്റ് പാർട്ടിൽ അത്തരം പെർഫ്യൂം കൈൻഡ് ഓഫ് കാര്യങ്ങളൊന്നും യൂസ് ആക്കാൻ പാടില്ല. അത് നമുക്ക് നെഗറ്റീവ് ആയിട്ടായിരിക്കും വരിക കേട്ടോ. സോ നിങ്ങൾ അത്തരം പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വൈപ്സ് കാര്യങ്ങളൊന്നും നമ്മൾ പ്രൈവറ്റ് പാർട്ടിൽ യൂസ് ആക്കാണ്ടിരിക്കുക. അത് pH ബാലൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആവാണ്ടിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ വൈപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ യൂസ് ആക്കാണ്ടിരിക്കുക. അതായത് പെർഫ്യൂംഡ് ആയിട്ടുള്ള അത്തരം വൈപ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. പിന്നെ വന്നിട്ട് നിങ്ങളെ ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൂടുതൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര്, യോഗട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതും നമുക്ക് നല്ല ഗുഡ് ബാക്ടീരിയാസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പജൈനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബാഡ് ഓർഡർ കാര്യങ്ങളും അതുപോലെ ഇച്ചിങ്ങും റാഷസും കാര്യങ്ങളൊക്കെ ഒരു സമ്മർ ടൈമുള്ള ഈ ഒരു വീർപ്പുമുട്ടലൊക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കാര്യങ്ങൾ സമ്മർ ടൈമിൽ മാത്രമല്ല, നമുക്ക് ലൈഫ് ലോങ് നമുക്ക്
നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റിയിട്ടില്ല, മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെയ്യാത്തവരാണ് നമ്മൾ മിക്ക ആൾക്കാരും. ചിലപ്പോൾ അതിനായിട്ട് എഫേർട്ട് എടുക്കാത്തവരായിരിക്കും ഇതുപോലെ പാൻറ്റിനായി റെപ്പർ യൂസ് ആക്കുക, അല്ലെങ്കിൽ എപ്പോഴും ടവല് ക്യാരി ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ടൈമിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രൈവറ്റ് പാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായിരിക്കും നമുക്ക് കൂടുതൽ കംഫർട്ട് ഉണ്ടായിരിക്കുക. അതുപോലെ നമ്മൾ ടൈറ്റ് ജീൻസ്, ലെഗിൻസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി ഇഷ്ടമായി എന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് എത്തരത്തിലുള്ള വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.